ദൂരത്ത് നിന്നുള്ള ശക്തി. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നാം അവൻ്റെ സ്നേഹത്തെയും കരുണയെയും മാത്രമാണ് കേന്ദ്രീകരിക്കുക. എന്നാൽ അവൻ്റെ നീതിയും പരിശുദ്ധിയും മറന്നു പോകുവാൻ പാടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു മറക്കുവാൻ പാടില്ലാത്ത ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. ഇതാ കോപം ജ്വലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്ത് നിന്ന് വരുന്നു. അവൻ്റെ അധരങ്ങളിൽ ഉഗ്ര കോപം നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവ് ദഹിപ്പിക്കുന്ന തീ പോലെയും ഇരിക്കുന്നു. ഇതൊരു ഭീകരമായ ചിത്രീകരണമാണെങ്കിലും ഇതിനുള്ളിൽ ക്രിസ്തുവിലുള്ള വലിയ സംരക്ഷണത്തിൻ്റെ സന്ദേശം അറിഞ്ഞിരിക്കുന്നു. ദൂരത്തിൽ നിന്ന് വരുന്ന ഈ ശക്തി പാപത്തോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധമായ പ്രതികരണമാണ്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് തിന്മയെ അവന് വെച്ചു വെറുപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ ജ്വലിപ്പിക്കുന്ന കോപം ദൈവത്തിൻ്റെ നീതിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലുള്ളവർക്ക് ഈ ന്യായവിധി ഒരു ഭീഷണിയല്ല, മറിച്ച് അത് ദൈവത്തിലുള്ള ഒരു ഉറപ്പാണ്. കാരണം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവകോപം ക്രൂശിൽ ഏറ്റുവാങ്ങി. അവൻ നീതിമാനായ ദൈവത്തിൻ്റെ ന്യായവിധി പൂർണ്ണമായി നിറവേറ്റി. അതുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് ദൈവകോപത്തിൻ്റെ ദഹിപ്പിക്കുന്ന തീ ഒരു സംരക്ഷണത്തിൻ്റെ മതിലായി മാറുന്നു. ഈ ന്യായവിധി നമ്മെ ഉപദ്രവിക്കുന്ന തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കുവാനുള്ള അവൻ്റെ പദ്ധതിയാണ്. ഈ വാക്യം നൽകുന്ന ഉപദേശം ദൈവഭയത്തോടുള്ള ആശ്രയമാണ്. ദൈവകോപം ജ്വലിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം നാം അവൻ്റെ കൃപയിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തിന്മയും അനീതിയും നടമാടുമ്പോൾ ദൈവം എവിടെയെന്ന് നാം ചോദിച്ചേക്കാം. ദൈവം നിശബ്ദനല്ല, അവൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. തിന്മയുടെ അവസാനത്തെ വിധിക്ക് വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. അവൻ അനീതിയെ വെറുക്കുന്നതുകൊണ്ടാണ് അവൻ്റെ അധരം ക്രോധം കൊണ്ടും അവൻ്റെ നാവ് ദഹിപ്പിക്കുന്ന തീയുമായിരിക്കുന്നത്. ഈ ഉറപ്പ് നിങ്ങളുടെ പ്രത്യാശയും ധൈര്യവും നൽകട്ടെ. അവൻ്റെ കോപം തിന്മയെ ദഹിപ്പിക്കുമ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് അത് നിത്യമായ വിടുതലിൻ്റെയും ദൈവത്തിൻ്റെ നീതിയുടെ പ്രഖ്യാപനവുമായി മാറുന്നു. ഗോഡ് ബ്ലെസ് യു.